ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പിണ്ടം എന്ന മൂവിനെ കുറിച്ചിട്ടാണ്. ടോട്ടലി ഡിഫറെന്റ് ആയ ഒരു ഹൊറർ മൂവിയാണിത്. പൊതുവെ ഹൊറർ മൂവീസ് എല്ലാം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വൺ ലൈനർ പറഞ്ഞുതരാം. നായകനും കുടുംബവും ഒരു പുതിയ ഗ്രാമത്തിലേക്ക് താമസം മാറുവാണ്. അവിടെ അവരൊരു വീട് വാങ്ങുന്നു. ആ വീട് ഒരു പ്രശ്നം പിടിച്ച വീടായിരുന്നു. അവിടെ അവർക്കുണ്ടാവുന്ന കുറെ കാര്യങ്ങളാണ് ഈ മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇനി പറഞ്ഞു ലാഗടിപ്പിക്കുന്നില്ല, നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ഹൈദരാബാദിലെ അണ്ണമ്മ എന്ന് പറയുന്ന ഒരു ലേഡീനെ കാണിക്കുന്നു. ഇവരൊരു ഗോസ്റ്റ് ഹണ്ടർ ആണ്. ഇതിൽ അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ട്. ഇപ്പൊ കൂടി ആ ലേഡി അവിടെ അടുത്തുള്ള ഒരു വീട്ടില് ഒരു കുട്ടിയുടെ ശരീരത്ത് പ്രേതം കയറി നിറഞ്ഞിട്ട് അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ അവർ ആ വീട്ടിലേക്ക് കയറി പോകാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ഒരു മീഡിയ പേഴ്സൺ അവിടേക്ക് എത്തുവാണ്. മേഡം, എന്റെ പേര് രഘു, ഞാൻ മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ ഈ ഒരു കാര്യങ്ങളെ പറ്റി ഞാനൊരു ഡോക്യുമെന്ററി തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു പ്രേതബാധ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാനൊരു വീഡിയോ ആക്കി റെക്കോർഡ് ചെയ്തോട്ടെ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചു ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ. ഇത് കേൾക്കുന്ന അണ്ണമ്മ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾക്ക് അതിന് പെർമിഷൻ കൊടുക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ അണ്ണമ്മ അയാളുടെ ആൾക്കാരും കൂടി നേരെ വീടിനകത്തേക്ക് കയറി വന്ന് ആ പ്രേതബാധയുള്ള കുട്ടീനെ വിളിച്ചിരുത്തി സംസാരിക്കുവാണ്. 2 ദിവസം മുമ്പാണ് അവളുടെ മുത്തച്ഛൻ മരിച്ചു പോയത്. മരിച്ച അയാളുടെ ആത്മാവ് എന്തോ ഒരു ആഗ്രഹം നിറവേറാത്തോണ്ട് ഈ വീട്ടിൽ ഇങ്ങനെ അലയുവാണ്. അങ്ങനെയാണ് ഈ കുട്ടിയുടെ ശരീരത്ത് അയാളുടെ ആത്മാവ് കയറിയത്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം അണ്ണമ്മ ഈ കുട്ടീനോട് സംസാരിച്ച് മനസ്സിലാക്കുന്നു. എന്നിട്ട് അതിനുവേണ്ട പ്രതിവിധികളെല്ലാം ചെയ്ത് ആ കുട്ടിയുടെ ശരീരത്ത് നിന്ന് അവളുടെ മുത്തച്ഛന്റെ ആത്മാവിനെ ഒഴിപ്പിക്കുകയാണ്. അങ്ങനെ പെൺകുട്ടി നോർമൽ ആവുന്ന സമയം അവളുടെ വീട്ടുകാരും പിന്നെ അവളെ ഭേദമാക്കാൻ വേണ്ടി വന്ന അണ്ണമ്മയെ അവളുടെ ആൾക്കാരെല്ലാം ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ വന്ന കാര്യങ്ങൾ ഭംഗിയായി തീർന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് അണ്ണമ്മ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതേ സമയം തന്നെ അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ആ മീഡിയ പേഴ്സൺ ആയ രഘു കറക്റ്റായി വാച്ച് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത ദിവസം അണ്ണമ്മേനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അവിടേക്ക് രഘു എത്തുന്നു. അങ്ങനെ ഇപ്പൊ അയാൾക്കുള്ള കുറച്ച് ഡൗട്ടുകളെല്ലാം അണ്ണമ്മ എന്നോട് ചോദിക്കുന്നു. മെയിനായിട്ട് ഈ ജോലിനെ പറ്റിയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. അങ്ങനെ അയാൾ ചോദിക്കുന്നതിനുള്ള ഉത്തരവല്ല അണ്ണമ്മ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് അയാൾ അവളോട് ചോദിക്കുവാണ്, മേഡം എന്നു മുതലാണ് ഈ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയതെന്ന്. അപ്പൊ അണ്ണമ്മ അതിനെപ്പറ്റിയെല്ലാം പറയുന്നു. ഈ സമയം കാര്യങ്ങളെല്ലാം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നു. അണ്ണമ്മേന്റെ അച്ഛൻ പ്രേതബാധയിൽ ഒഴിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അണ്ണമ്മേന്റെ ചെറുപ്പത്തിൽ തന്നെ എന്തോ ഒരു അപകടത്തില് അവളുടെ അമ്മ അനിയത്തി മരിച്ചുപോയി. അതിനുശേഷം അവളെ നോക്കി വളർത്തിയതല്ല അവളുടെ അച്ഛനായിരുന്നു. കുറച്ചാൾ കഴിയുമ്പോൾ അയാളും എന്തോ അസുഖം ബാധിച്ച് മരിക്കുവാണ്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് അയാൾ ഈ വിദ്യകളെല്ലാം അണ്ണമ്മേനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്റെ കാലശേഷം നീ ഈ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നും അയാൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിന് ശക്തി കൊടുക്കുന്ന അയാളുടെ കഴുത്തിൽ കിടന്നൊരു മാലയും അയാൾ അണ്ണമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛന്റെ ആ വിദ്യ ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്രദമാവുന്ന ആ ഒരു കാര്യം അതും ചെയ്ത് അണ്ണമ്മ ജീവിച്ചു വരുവാണ്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുന്ന സമയം രഘു ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇപ്പൊ ആ ഫോട്ടോയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് എന്ന് ആ ഫോട്ടോയിൽ നോക്കി ഈ ഫോട്ടോയിൽ മാഡത്തിനോടൊപ്പം ഉള്ളത് ആരാണ്? ചെറുപ്പത്തിൽ തന്നെ മാഡത്തിന്റെ ഫാമിലി എല്ലാം മാഡത്തിന് നഷ്ടമായി എന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെയെല്ലാം ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അണ്ണമ്മ പറയുവാണ്, ഞാൻ എന്റെ കരിയറിൽ ഡീൽ ചെയ്ത ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കേസായിരുന്നു ഇവരുടേത്. ആ ഒരു ഓർമ്മയ്ക്ക് ഞാൻ ഈ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചതാണ്. ഇത് കേൾക്കുന്ന രഘു, ആഹാ അങ്ങനെയാണെങ്കിൽ എന്തായാലും എനിക്ക് അതിനെപ്പറ്റി അറിയണം, മാഡം അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറയുന്നു. ഈ സമയം അണ്ണമ്മ അതിനെപ്പറ്റി പറയാൻ തുടങ്ങുവാണ്. വർഷം 1990 ശുക്ലാപേട്ട് എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലം. ആ ഗ്രാമത്തിലെ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ഒരു വലിയ ബംഗ്ലാവ്. ഇപ്പൊ ആ സ്ഥലത്തേക്ക് പുതിയതായിട്ട് എത്തിയ നായകനും കുടുംബവും ആ ബംഗ്ലാവ് വാങ്ങുവാണ്. ആന്റണി എന്നായിരുന്നു നായകന്റെ പേര്. ഒരു ബ്രോക്കർ വഴിയാണ് നായകൻ ഈ ബംഗ്ലാവ് വാങ്ങുന്നത്. അങ്ങനെ ഇപ്പൊ കയ്യിലുള്ള സമ്പാദ്യം എല്ലാം ചെലവഴിച്ച് ഈ വീട് വാങ്ങിയതിനു ശേഷം നായകനും കുടുംബവും ഈ വീട്ടിലെ താമസമാക്കുവാണ്. നായകന്റെ ഫാമിലി നോക്കുവാണെങ്കിൽ ഗർഭിണിയായ നായകന്റെ ഭാര്യയും 2 പെൺമക്കളും പിന്നെ നായകന്റെ അമ്മയും, ഇത്രയും പേരാണുള്ളത്. നായകന്റെ 2 പെൺമക്കളിലെ ഇളയ പെൺകുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാരോട് അവള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സൈൻ ലാംഗ്വേജ് എല്ലാം യൂസ് ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ ഓൾറെഡി നായകന്റെ ഭാര്യയ്ക്കും 2 കുട്ടികളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയും കൂടി വേണമെന്നൊന്നും അവർക്ക് പ്ലാനിംഗ് ഉണ്ടായിരുന്നില്ല. എന്നാൽ നായകന്റെ അമ്മയ്ക്ക് അതിലൊരേ നിർബന്ധം. മരിച്ചുപോയ അവരുടെ ഭർത്താവ്, അതായത് നായകന്റെ അച്ഛൻ, നായകന്റെ 3ാമത്തെ കുഞ്ഞായി ജന്മം എടുക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ അമ്മേന്റെ നിർബന്ധം കൊണ്ടാണ് ഇവരിപ്പോ 3ാമത്തെ കുഞ്ഞിന് പ്ലാൻ ചെയ്തത്. പ്രസന്റ്ലി അവർ പ്രഗ്നന്റുമാണ്. അങ്ങനെ ഇപ്പൊ ഈ നാട്ടിലേക്ക് എത്തി കുറച്ചു ദിവസം കഴിഞ്ഞ് നായകൻ നായികനെയും കൊണ്ട് തൊട്ടടുത്ത ആശുപത്രിയിൽ ചെക്കപ്പിന് വരുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ ചെക്ക് ചെയ്ത ഡോക്ടർ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞു അമ്മയെ ഹെൽത്തി ആണെന്നൊക്കെ പറയുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ തിരികെ പോകുന്ന സമയം നായകനോട് പറയുവാണ്, മരിച്ചുപോയ നിങ്ങളുടെ അച്ഛന്റെ പുനർജന്മമാണ് നമ്മുടെ ഈ കുഞ്ഞെന്നാണ് നിങ്ങളുടെ അമ്മ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ആൺകുഞ്ഞെങ്ങാനും അല്ലെങ്കിൽ അമ്മ ഒരുപാട് തകർന്നു പോകും. ഇത് കേട്ട നായകൻ അത് ശരിയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ നായകന്റെ വീട് കാണിക്കുന്നു. നായകന്റെ സംസാരിക്കാൻ കഴിയാത്ത ആ ഇളയ കുഞ്ഞില്ലേ, അവളിപ്പോ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ഒരു ചെയർ താൻ ഇങ്ങനെ ആടാൻ തുടങ്ങുന്നു. ഇത് കാണുന്ന ആ കുഞ്ഞാണെങ്കിൽ പെട്ടെന്ന് ആ ചെയറിൽ കയറിയിരിക്കുകയാണ്. അതോടുകൂടി ആ കുഞ്ഞിന്റെ ശരീരത്തേക്ക് എന്തോ ഒരു ശക്തി കയറുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി കുറച്ചു ദിവസം കഴിയുന്നതായിട്ട് കാണിക്കുകയാണ്. നായകനോടുള്ള ഒരു ഫാക്ടറിയിലേക്ക് മാനേജറായി ജോലി കിട്ടി വന്നതായിരുന്നു. ഇവിടെ എത്തിയുള്ള സമ്പാദ്യം എല്ലാം വെച്ച് നായകൻ വലിയൊരു വീട് വാങ്ങിയല്ലോ. ശേഷം കുടുംബത്തോടൊപ്പം ഇവിടെ സെറ്റിൽ ആവാന്നായിരുന്നു നായകന്റെ പ്ലാൻ. എന്നാൽ ഇപ്പൊ ഗതികേടിന് നായകൻ അവന്റെ ജോലി നഷ്ടമാവുകയാണ്. ഇവിടുത്തെ ആ ഫാക്ടറി നഷ്ടത്തിലായതുകൊണ്ട് അതിന്റെ മാനേജ്മെന്റ് അത് പൂട്ടാൻ തീരുമാനിച്ചു. ഈ ഒരു കാരണം കൊണ്ടാണ് നായകന്റെ ജോലി നഷ്ടമാവുന്നത്. അങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലായി പോകുന്നവൻ ഇനി എന്ത് ചെയ്യുന്ന ആലോചിക്കുന്നു. എന്തായാലും എത്രയും വേഗം ഒരു ജോലി കണ്ടെത്തണമെന്ന് വിചാരിക്കുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി അന്ന് രാത്രി നായകന്റെ 2 പെൺകുട്ടികള് ഒരു റൂമിൽ കിടന്നുറങ്ങുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ പാതിരാത്രി ആവുന്ന സമയം സംസാരിക്കാൻ കഴിയാത്ത നായകന്റെ മകളുണ്ടല്ലോ, ആ കുട്ടി എഴുന്നേറ്റിരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ പൊറുപൊറുക്കുന്നു. ഇത് ഈ സമയം കൂടെ കിടന്നുറങ്ങുന്ന നായകന്റെ മറ്റേ മകള് കേൾക്കുവാണ്. അങ്ങനെ അവള് ഞെട്ടി എഴുന്നേറ്റ് സംസാരിക്കാൻ കഴിയാത്ത നീ എങ്ങനെ ഇപ്പൊ സംസാരിച്ചെന്നൊക്കെ ചോദിക്കുവാണ്. ഇളയ കുട്ടി ഒന്നും അറിയാത്ത പോലെ അങ്ങനെ ഇരിക്കുന്ന സമയം എന്തായാലും ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കേട്ട മൂത്ത പെൺകുട്ടി
ഒച്ചയുണ്ടാക്കുവാണ്. അങ്ങനെ റൂമിൽ നിന്ന് ഒച്ചപ്പാട് കേട്ട് നായകനും ഭാര്യയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എഴുന്നേറ്റ് വരുന്നു. ഈ സമയം മൂത്ത പെൺകുട്ടി ഈ കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും പറയുവാണ്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യം കേട്ട് നായകനും ഭാര്യയും വിശ്വസിക്കുന്നില്ല. മോളെ ജനിച്ചപ്പോൾ മുതൽ അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് മോൾക്ക് അറിയത്തില്ലേ? അങ്ങനെയുള്ള അവൾ എങ്ങനെ സംസാരിക്കുക? മോള് വല്ല സ്വപ്നം കൊണ്ടതായിരിക്കും. ശരി, പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് രണ്ട് കുട്ടികളെയും കിടത്തി ഇറക്കി നായകനും ഭാര്യ അവരുടെ മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത ദിവസം രാവിലെ തന്നെ ആ വീട്ടിലെ എന്തൊക്കെയോ ജോലികൾ ചെയ്യാൻ വേണ്ടി ഒരാശാരി അവിടേക്ക് വരുവാണ്. ഈ സമയം അയാളുടെ കൂടെ ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. ഇത് കാണുന്ന നായകന്റെ കുട്ടികളും നായകന്റെ ഭാര്യയെല്ലാം വിചാരിക്കുന്നത് അത് ആശാരിന്റെ മകളാണെന്നാണ്. എന്തായാലും ഇപ്പൊ ആ കുട്ടി നായകന്റെ കുട്ടികളുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യുന്നു. കുറെ നേരം കഴിഞ്ഞ് ആശാരി പണിയെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ അയാളുടെ കൂടെ ആ കുട്ടി അവിടുന്ന് പോവുകയും ചെയ്യുവാണ്. ഈ സമയം നമ്മുടെ നായകനാണെങ്കിൽ അവന്റെ ജോലി നഷ്ടമായതുകൊണ്ട് പുതിയൊരു ജോലി കണ്ടെത്താൻ വേണ്ടി പോയിരിക്കുമായിരുന്നു. എന്നാൽ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല. അങ്ങനെ ഈവനിങ് വീട്ടിലേക്ക് എത്തിയ നായകനാണെങ്കിൽ ഈ കാര്യങ്ങൾ അവന്റെ അമ്മേനോടും ഭാര്യനോടും പറയുവാണ്. ഇത് കേട്ട് അവരെ ആകെ സങ്കടപ്പെടുന്നു. പറയാതിരിക്കാനും കഴിയില്ലല്ലോ. അതിനുശേഷം നായകൻ അമ്മേനോട് പറയുവാണ്, ഇത്ര നാളത്തെ എന്റെ സമ്പാദ്യം എല്ലാം കൂട്ടിവെച്ചാണ് ഞാൻ ഈ വീട് വാങ്ങിയത്. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ജോലി നഷ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു വരുമാനം ഇല്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് ഇനി നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പൊ തന്നെ നമ്മുടെ കുടുംബത്തിൽ 5 പേരുണ്ട്. ഈ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നമ്മുടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് പറയുന്നത് തെറ്റാണെങ്കിലും അമ്മ ക്ഷമിക്കണം. ഈ ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞും കൂടി ഇവിടേക്ക് വേണോ? ഇതിനെ അബോർട്ട് ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നായകൻ ഇങ്ങനെ അവന്റെ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു തീരില്ല. നായകന്റെ അമ്മ നായകന്റെ മുഖത്തിന് ഒരടി കൊടുക്കുന്നു. നീ എന്താടാ ഈ പറഞ്ഞത്? മരിച്ചുപോയ നിന്റെ അച്ഛൻ നിന്റെ ഈ കുഞ്ഞിലൂടെയാണ് പുനർജന്മം എടുക്കാൻ പോകുന്നത്. അത് നിന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ? അതറിഞ്ഞിട്ട് നിനക്ക് ഇങ്ങനെ പറയാൻ എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ ചോദിച്ച് അമ്മ ഈ സമയത്ത് അവനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. പിന്നെ ഈ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കേണ്ട. എനിക്ക് കിട്ടുന്ന പെൻഷൻ തുക കൊണ്ടാണെങ്കിലും ഈ കുഞ്ഞിന്റെ കാര്യം ഞാൻ ഭംഗിയായിട്ട് ചെയ്തോളാം. ഇങ്ങനെയും പറഞ്ഞ് അമ്മ അവിടുന്ന് കരഞ്ഞ് അവരുടെ റൂമിലേക്ക് പോവുകയാണ്. ഇത് കാണുന്ന നായകൻ ഒരുപാട് ഫീൽ ആവുന്നു. ഇതുവരെ എന്റെ അമ്മ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുവോ, എന്നെ ഇങ്ങനെ തല്ലുവോ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പ്രതികരിച്ചതെന്ന് ഈ സമയത്ത് നായകൻ അവന്റെ ഭാര്യനോട് പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അന്ന് രാത്രി നായകൻ അവന്റെ റൂമിൽ കിടന്നുറങ്ങുവാണ്. ഈ സമയം പുറത്തുനിന്ന് നായകനൊരു ഒച്ച കേൾക്കുന്നു. അങ്ങനെ നായകൻ എന്താന്ന് നോക്കാൻ വേണ്ടി ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം നായകനൊരു കാഴ്ച കണ്ട് അകഞ്ഞെട്ടി പോകുന്നു. സംസാരിക്കാൻ കഴിയാത്ത നായകന്റെ ഇളയ കുഞ്ഞ് വീടിന്റെ പുറത്തുള്ള കിണറ്റിന്റെ അരികിൽ അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ കുഞ്ഞിനെ സേവ് ചെയ്യാൻ വേണ്ടി നായകൻ അവിടെ ഓടി വരുന്ന അതേ സമയം തന്നെ വീടിന്റെ ടെറസിന്റെ ഭാഗത്ത് നിന്ന് നായകനൊരു സൗണ്ട് കേൾക്കുന്നു. അപ്പൊ നായകൻ പെട്ടെന്ന് ഒന്ന് അവിടേക്ക് നോക്കുവാണ്. ഈ സമയം നായകൻ അവിടെ ഒരു അമ്മേനെയും അവരുടെ 4 പെൺകുഞ്ഞുങ്ങളെയും കാണുന്നു. അവരുടെ രൂപ അകവികൃതായിരുന്നു. അങ്ങനെ ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്ന നായകൻ പെട്ടെന്ന് അവന്റെ കണ്ണൊന്ന് മുറുക്കെ തിരുമി ഒന്നും കൂടി നോക്കുന്ന സമയത്ത് അവരവിടെ കാണുന്നില്ല. അപ്പൊ നായകൻ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ കിണറ്റിന്റെ സൈഡിലുണ്ടായിരുന്ന അവന്റെ മകളെയും കാണുന്നില്ല. ഈ സമയം കുഞ്ഞ് അതിലേക്ക് വീണുപോയോ എന്ന് പേടിച്ച് നായകൻ പെട്ടെന്ന് തന്നെ കിണറ്റിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയം പെട്ടെന്ന് അവനെ ആരോ ഉള്ളിലേക്ക് തള്ളിവിടുന്നു. അങ്ങനെ നായകൻ കിണറ്റിന്റെ അകത്ത് വീഴുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത ദിവസം രാവിലെ നായകനെ വീട്ടിലെങ്ങും കാണാത്തോണ്ട് നായകന്റെ ഭാര്യ ഇപ്പൊ അന്വേഷിച്ച് പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവള് കിണറിന്റെ അകത്ത് മയങ്ങി കിടക്കുന്ന നായകനെ കാണുവാണ്. അങ്ങനെ പെട്ടെന്ന് ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തി അവള് നായകനെ സേവ് ചെയ്യുന്നു. അങ്ങനെ ഈ സമയത്ത് അവള് നായകനോട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവള് പേടിക്കണ്ടെന്ന് വിചാരിച്ചോണ്ട് നായകനാണെങ്കിൽ നടന്ന കാര്യങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല. എന്നാൽ നായകന്റെ മനസ്സിനെ ആ കാര്യങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ട്. നായകനാണെങ്കിൽ ഒരു മിണ്ടാട്ടം ഇല്ലാത്ത പോലെ അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ അന്ന് ഈവനിങ് ആകുമ്പോൾ അന്ന് വന്ന ആശാരിയുടെ മകളില്ലേ, ആ കുട്ടി അവരുടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഇപ്പൊ നായകന്റെ 2 കുട്ടികളും കുറച്ചൊരു ആ കുട്ടിയുടെ കൂടെ കളിക്കുവാണ്. അത് കഴിഞ്ഞ് നായകന്റെ ഇളയ മകള്, അതായത് സംസാരിക്കാൻ കഴിയാത്ത ആ കുട്ടി വീട്ടിലാരും കാണാതെ ആ ആശാരിയുടെ മകളുടെ കൂടെ എവിടേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് കാണിക്കുന്നു. കുറെ നേരം കഴിഞ്ഞാണ് നായിക്ക് ഈ കാര്യം നോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ മൂത്ത മകളുടെ അടുത്ത് വന്ന് ഇളയ മകളെ പറ്റി ചോദിക്കുമ്പോൾ മൂത്ത മകൾ പറയുവാണ്, അന്ന് വന്ന ആശാരിയുടെ മകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചേരം അവളുടെ കൂടെ കളിച്ചു. ഇപ്പൊ എനിക്ക് കുറച്ച് എഴുതാനുള്ളതുകൊണ്ട് ഞാൻ അകത്തേക്ക് വന്നതാണ്. അവര് മിക്കവാറും പുറത്തുണ്ടാവും. ഇത് കേട്ട നായിക പെട്ടെന്ന് പുറത്തു വന്ന് നോക്കുന്നുണ്ടെങ്കിലും മകളെ അവിടെ എങ്ങും കാണുന്നില്ല. ഇതേ സമയമാണ് വഴിയിലൂടെ വരുന്ന ഒരു കാറ് വഴിയിലൂടെ നടന്നു വരുന്ന നായകന്റെ സംസാരിക്കാൻ കഴിയാത്ത മകളെ കണ്ട് അവിടെ വണ്ടി നിർത്തിയത്. ആ കാറിനകത്തുണ്ടായിരുന്നത് അണ്ണമ്മ എന്ന് പറയുന്ന ലേഡിയായിരുന്നു. ഇതുവഴി എവിടെയൊക്കെ പോകുന്ന സമയം യാദൃശികമായിട്ടാണ് ഈ കുട്ടി തനിയെ ഇങ്ങനെ നടന്നു വരുന്നത് അവള് കണ്ടത്. അങ്ങനെ ഇപ്പൊ അണ്ണമ്മ കുട്ടീനോട്, മോൾ ഈ സമയത്ത് മോൾ എവിടേക്ക് തനിച്ചു പോകുന്നേ, മോളുടെ വീട് എവിടെയാന്നൊക്കെ ചോദിക്കുന്നു. ഈ കുട്ടീനെ ഇങ്ങനെ കണ്ടപ്പോ എന്തൊരു പന്തികേട് തോന്നിയോണ്ടാണ് അവരിങ്ങനെ വണ്ടി നിർത്തി ഈ കുട്ടീനോട് ഈ കാര്യം ചോദിച്ചത്. നേരത്തെ ഈ കുട്ടി ആശാരിയുടെ മകളുടെ കൂടെ പോകുന്നതായിട്ടല്ലേ കാട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ ആ കുട്ടി ഈ കുട്ടിയുടെ കൂടെയില്ല. അവൾ എവിടെ പോയി നമുക്ക് വഴിയെ നോക്കാം. എന്നാൽ ഇപ്പൊ അണ്ണമ്മ കാര്യം ചോദിച്ചപ്പോ ആ കുട്ടി സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്ത് എന്റെ വീട് ഇന്ന സ്ഥലത്താന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട അണ്ണമ്മ, വാ മോളെ ഞാൻ വീട്ടിൽ കൊണ്ടേക്കാന്നും പറഞ്ഞ് ആ കുട്ടീനെ കാറി കയറ്റി നേരെ അവളുടെ വീട്ടിലേക്ക് എത്തിക്കുവാണ്. കാരണം അണ്ണമ്മയ്ക്ക് ആ ലാംഗ്വേജ് അറിയായിരുന്നു. ഇതേസമയം നായകന്റെ ഭാര്യയാണെങ്കിൽ കുട്ടീനെ കാണാത്തോണ്ട് അവൾ ആ കാർപ്പന്ററിന്റെ മകളുടെ കളിക്കുമായിരുന്നു എന്ന് മൂത്ത മകൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ കൂടെ വീട്ടിലേക്ക് അങ്ങനെ പോയി കാണുമെന്ന് വിചാരിച്ചോണ്ട് ആ വീട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ ഇപ്പൊ ആശാരിനെ കണ്ട് നിങ്ങളുടെ മകളുടെ കൂടെ എന്റെ മകൾ അങ്ങനെ ഇവിടേക്ക് വന്നായിരുന്നു ചോദിക്കുമ്പോ ആ ആശാരി പറയുകയാണ്, ഏത് മകള്? നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ മകളൊന്നും ഇല്ലല്ലോ. ഇത് കേട്ട് നായികാകെ ഞെട്ടുന്നു. അപ്പൊ അന്ന് നിങ്ങളുടെ കൂടെ വന്നു തരാന്ന് ചോദിക്കുമ്പോ അന്ന് ഞാൻ ഒറ്റയ്ക്കല്ലേ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്, എന്റെ കൂടെ എന്റെ മകളൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അത് മാത്രമല്ല ഞാൻ കല്യാണം കഴിച്ചിട്ട് പോലും ഇല്ല, പിന്നെ എങ്ങനെ എനിക്ക് മകളുണ്ടാവുന്നതെന്നും അയാൾ ചോദിക്കുവാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് ആകെ ഷോക്കാവുന്ന നായിക പെട്ടെന്ന് വീട്ടിലേക്ക് തിരികെ എത്തുവാണ്. അപ്പോഴായിരുന്നു അണ്ണമ്മ ആ കുട്ടീനെ കൊണ്ട് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ കുട്ടീനെ നായകന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഇവര് കുഞ്ഞു കുട്ടികളല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല, സോ അവരെ ശ്രദ്ധിക്കേണ്ടത് അമ്മയെ നിങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇപ്പൊ കുഞ്ഞിനെ ഏൽപ്പിച്ച് അണ്ണമ്മ എവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ്.
ഈ സമയത്താണ് അവരുടെ ആ വീട് അണ്ണമ്മ ശരിക്കും ശ്രദ്ധിക്കുന്നത്. ആ വീട് കണ്ടപ്പോ തന്നെ ആ വീടിന് എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ അവിടുന്ന് പോവുകയും ചെയ്യുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടെ അന്ന് രാത്രി ഏകദേശം ഒരു 12 മണി കഴിയുന്ന സമയം ആ വീടിന്റെ സ്റ്റോർ റൂമിൽ നിന്ന് എന്തോ ഒരു വലിയ സൗണ്ട് കേട്ട് നായകനും കുടുംബം കേൾക്കുന്നു. അങ്ങനെ നോക്കാൻ വേണ്ടി അവരെല്ലാരും അവിടേക്ക് വരികയും ചെയ്യുവാണ്. ഈ സമയം നായകൻ അവരെല്ലാരെയും പുറത്ത് നിർത്തി ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്യാൻറ്റീനിൽ തെളിയിച്ച് ആ റൂമിനകത്തേക്ക് കയറി ചെല്ലുന്നു. ഈ സമയം നായകൻ അവിടെ ഒരു പ്രേതാത്മാവിനെ കാണുന്നു. അങ്ങനെ ഈ ഒരു കാര്യം നടന്നുകൊണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ നായകൻ അവിടേക്ക് ഈ വീട് വാങ്ങാൻ നായകനെ ഹെൽപ്പ് ചെയ്ത് ആ ബ്രോക്കറിനെ വിളിച്ച് വരുത്തുവാണ്. എന്നിട്ട് ഇപ്പൊ അയാളോട് നായകൻ ഒരുപാട് ദേഷ്യപ്പെടുന്നു. കുറെ ദിവസമായി ഈ വീട്ടിൽ എന്തൊക്കെ അമാനുഷ്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. ഇനി എനിക്ക് തോൽപ്പിച്ച് വെക്കാൻ കഴിയില്ല. ഈ വീട് വാങ്ങി ഇവിടേക്ക് എത്തിയതിനു ശേഷം എനിക്ക് മനസമാധാനം കിട്ടിയിട്ടില്ല. എന്റെ ജോലി സമാധാനം എല്ലാം എനിക്ക് നഷ്ടമായി. സത്യം പറയടോ, ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെല്ലാം ചോദിച്ച് ആ ബ്രോക്കറുടെ കോളറിന് നായകൻ കുത്തിപ്പിടിക്കുന്ന സമയം അയാൾ പറയാണ്, സാറ് പറയുന്ന പോലെ ഈ വീടിന് അങ്ങനെ കുഴപ്പമുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ സാറിന് അങ്ങനെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഇതിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന അണ്ണമ്മ എന്ന് പറയുന്ന ഒരു ലേഡീനെ എനിക്കറിയാം. നിങ്ങൾ അവരെ ഒന്ന് കാണും. ഇതാണ് അവരുടെ നമ്പർ എന്നും പറഞ്ഞ് ഈ സമയത്ത് ആ ബ്രോക്കർ ആ നമ്പർ എഴുതി നായകന് കൊടുത്തിട്ട് പോവുകയാണ്. അതുപോലെ ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീരുന്നോളം വരെ അവർക്ക് താമസിക്കാനായിട്ട് ആ ബ്രോക്കർ മറ്റൊരു വീടും ഇവർക്ക് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നായകൻ കുടുംബത്തിനെയും കൂട്ടിക്കൊണ്ട് തൽക്കാലത്തേക്ക് വീട് മാറാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നായകന്റെ ഭാര്യയാണെങ്കിൽ കാല് വഴി താഴെ വീഴുവാണ്. അവളിപ്പോ പ്രഗ്നന്റ് കൂടിയല്ലേ. അങ്ങനെ അവൾക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് പേടിച്ച് നായകൻ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ച് അവളെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഈ സമയം വീട്ടില് നായകന്റെ അമ്മയും 2 കുട്ടികളും ഒറ്റയ്ക്കാണ്. അടുത്ത സീനിൽ ആശുപത്രി കാണിക്കുന്നു. ഇപ്പൊ അവിടേക്ക് എത്തിച്ച നായകനെ ചെക്ക് ചെയ്ത് ഡോക്ടർ പറയാണ് പേടിക്കുന്ന പോലെ പ്രശ്നമൊന്നുമില്ലാന്ന്. എന്തായാലും കുറച്ചൊരു ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്നും ഡോക്ടർ പറയുകയാണ്. എന്തായാലും അവൾക്ക് കുഴപ്പമില്ലാന്ന് അറിഞ്ഞല്ലോ. ഇപ്പോഴാണ് നായകന് ശ്വാസം നേരെ വീഴുന്നത്. അതിനുശേഷം നമ്മുടെ നായകൻ അവിടുത്തെ ബൂത്തിൽ നിന്ന് വീട്ടിലേക്ക് കോൾ ചെയ്ത് അമ്മേനോട് ഈ കാര്യം പറയുകയാണ്. അമ്മ കുട്ടികളെ നോക്കി സമാധാനമായിട്ട് അവിടെ ഇരിക്കും. കുറച്ചേരം കഴിഞ്ഞ് ഞാൻ ഇവിടെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് എത്തിയേക്കാന്ന് നായകൻ ഈ സമയത്ത് പറയുന്നുണ്ട്. ശരിടാ മോനെ എന്നും പറഞ്ഞ് ഈ സമയത്ത് അമ്മ കോളും കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നായകൻ ഇന്ന് ആ ബ്രോക്കർ കൊടുത്തിട്ട് പോയ അണ്ണമ്മേനെ നമ്പർ ഇല്ലേ അതിലേക്ക് ഡയൽ ചെയ്യുവാണ്. അങ്ങനെ ഇപ്പൊ അവൾക്ക് കോൾ കണക്ട് ആവുന്നു. ഇന്നപോലെ ആ വീടിന്റെ അഡ്രസ് പറഞ്ഞ് നായകൻ കാര്യം പറയാൻ തുടങ്ങുമ്പോഴേ അവർക്ക് കാര്യങ്ങൾ കണക്ട് ആവുന്നു. കാരണം ആ വീട്ടിൽ അവരൊന്നും വന്നായിരുന്നല്ലോ. അപ്പൊ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ കാര്യങ്ങളെല്ലാം നായകൻ പറയാതെ തന്നെ മനസ്സിലാക്കി അവര് നാളെ രാവിലെ തന്നെ ഞാൻ അവിടേക്ക് വന്നേക്കാന്ന് പറയുവാണ്. അങ്ങനെ ആ സീനോട് കട്ടാവുന്നു. അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നു. ഇന്നലെ നായകന്റെ ഭാര്യനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ രാവിലെ ആയ സമയത്ത് ഡിസ്ചാർജ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അവിടുന്ന് പോകാൻ തുടങ്ങുന്ന നായകൻ വീട്ടിലേക്ക് ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കോൾ ചെയ്യുന്നു. ഈ സമയം നായകന്റെ മൂത്ത മകൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അച്ഛൻ ഇന്നലെ രാത്രി ഞങ്ങൾ മുത്തശ്ശിന്റെ കൂടിയാണ് കിടന്നുറങ്ങിയത്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുത്തശ്ശി ഇതാ ഹോളിൽ മരിച്ചു കിടക്കുന്നു. അച്ഛൻ ഞങ്ങൾക്ക് പേടിയാവുന്നു. അച്ഛനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോവാ. ഇങ്ങനെല്ലാം പറഞ്ഞ് നായകന്റെ കുട്ടി കരഞ്ഞുകൊണ്ട് കാര്യം പറയുമ്പോൾ നായകനാകെ ഷോക്കാവുകയാണ്. അങ്ങനെ തല്ലി പഠിച്ച നായകനും ഭാര്യയും അവിടേക്ക് തിരികെ എത്തുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടയെ അടുത്ത സീനില് മരിച്ചുപോയ നായകന്റെ അമ്മേന്റെ ചടങ്ങുകളെല്ലാം സെമിത്തേരിയിൽ നടക്കുന്നതായിട്ട് കാണിക്കുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടയെ അടുത്ത സീനില് ആ വീട്ടിലേക്ക് എത്തിയ അണ്ണമ്മേനെ കാണിക്കുന്നു. അവരിപ്പോ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞു. മരിച്ചുപോയ നായകന്റെ അമ്മേന്റെ ആത്മാവ് ഇവിടം വിട്ട് പോയിട്ടുണ്ടാവില്ല എന്ന് അണ്ണമ്മയ്ക്ക് ഉറപ്പാണ്. അങ്ങനെ ഇപ്പൊ അവരുടെ റൂമിൽ വന്ന് അവരുടെ ആത്മാവുമായിട്ട് അണ്ണമ്മ കണക്ട് ആവുന്നു. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ മരിച്ചതെന്ന് അവരോട് ചോദിക്കുന്ന സമയം അവര് പറയുകയാണ്, ഈ വീട്ടിൽ ഒരുപാട് ആത്മാക്കളുണ്ട്, അവരാണ് എന്നെ കൊന്നത്. ഇത് കേട്ട അണ്ണമ്മ അതെനിക്ക് ഓൾറെഡി അറിയാമെന്ന് പറയുന്നു. ശരി, മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇവിടം വിട്ട് പോവാത്തത്? നിങ്ങൾക്ക് പോകാൻ സമയമായില്ലേ? അതിന് പോവാൻ നോക്കുന്ന ഈ സമയത്ത് അണ്ണമ്മ അവരോട് പറയുന്നു, എന്റെ മകന് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ആൺകുഞ്ഞാണെന്ന് പോലും അറിയാതെ എനിക്ക് ഇവിടം വിട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ പറയുമ്പോൾ അണ്ണമ്മ അവരുടെ ശക്തി ഉപയോഗിച്ച് ആ കാര്യം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ മകൻ ഉണ്ടാവാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞ് തന്നെയായിരിക്കും. അത് നിങ്ങളുടെ ഭർത്താവിന്റെ പുനർജന്മമായിരിക്കും. അങ്ങനെ ഇപ്പൊ അവരുടെ ആഗ്രഹം അണ്ണമ്മ നിറവേറ്റി കൊടുത്തുകൊണ്ട് അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നു. അങ്ങനെ ആത്മാവ് അവിടുന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നു. അത് കഴിഞ്ഞ് അണ്ണമ്മ വന്ന് നായകനോടും കുടുംബത്തിനോട് സംസാരിക്കുവാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ ഈ വീടിന് വലിയൊരു പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടേ ഞാൻ ഇവിടെ വിട്ടു പോവുള്ളൂ. അന്നമ്മയുടെ ഈ വാക്ക് കേൾക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സമാധാനം തോന്നുന്നു. അത് കഴിഞ്ഞ് അന്നമ്മ ആ വീടും പരിസരവും ഒക്കെ ചെക്ക് ചെയ്യുവാണ്. അങ്ങനെ ഇപ്പൊ ഒരു വീടിന്റെ പരിസരത്തുള്ള ഒരു ആൽമരത്തിന്റെ അടുത്തേക്ക് വന്ന് ആ ആൽമരത്തിലൊന്നും തൊടുന്ന സമയം അവരുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷ്വൽസ് തെളിഞ്ഞു വരുവാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ അന്നമ്മ അതിന് നേരെ വീടിനകത്തേക്ക് വന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നായകനോടും കുടുംബത്തിനോടും പറയാൻ തുടങ്ങുന്നു. പണ്ട് ഈ വീട്ടില് നായിഡു എന്ന് പറയുന്നൊരു വ്യക്തിയും അയാളുടെ ഭാര്യയും 4 മക്കളും പിന്നെ അയാളുടെ അമ്മയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ നായിഡു ഒരു ക്രൂരനായ വ്യക്തിയായിരുന്നു. അയാൾ ജീവിച്ചിരുന്ന സമയത്ത് ചെയ്ത കുറെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ട പ്രതിവിധികൾ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഞാൻ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് തിരികെ വരാം. അതുവരെ നിങ്ങൾ ഇവിടെ സേഫ് ആയിട്ടിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഈ വീടിന് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയുണ്ട് ആ ഭയത്തിന്റെ പുറത്ത് നിങ്ങൾ ഇവിടെ വിട്ടു പോകാൻ തീരുമാനിക്കരുത്. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവന് തന്നെ ആപത്തായേക്കാം. ഇത് കേട്ട നായകൻ ഓക്കെ പറയുന്നു. അങ്ങനെ അന്നമ്മേനോടുള്ള വിശ്വാസം കൊണ്ട് ഭയന്നിട്ടാണെങ്കിലും അവരവിടെ ദിവസം തള്ളി നിൽക്കുന്നു. ഇതേസമയം അവിടുന്ന് പോയ അന്നമ്മയാണെങ്കിൽ കുറെ സ്വാമിമാരെ എല്ലാം കണ്ട് കുറെ ബുക്കുകളെല്ലാം റെഫർ ചെയ്ത് ഇതിനു വേണ്ട പ്രതിവിധികളെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് അന്നമ്മ 2-3 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് തിരികെ എത്തുവാണ്. അവരെ കണ്ടപ്പോൾ തന്നെ നായകനും കുടുംബത്തിന് ഒരുപാട് സമാധാനമാവുന്നു. എന്തായാലും മാഡം തിരിച്ചു വന്നല്ലോ, ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഈ സമയത്ത് നായകൻ പറയുകയാണ് അവരോട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാതെ ഞാൻ ഇവിടെ വിട്ടു പോവില്ലാന്ന്. ഇപ്പൊ അതിനുവേണ്ട പ്രതിവിധികളുമായിട്ടാണ് ഞാൻ തിരികെ വന്നിരിക്കുന്നത്. ഇങ്ങനെയും പറഞ്ഞ അന്നമ്മ അവളെ കൂടെ കൂട്ടിക്കൊണ്ടു വന്ന ആ കുട്ടികളെല്ലാം നായകന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ കുട്ടികൾക്കെല്ലാം ഇതേപോലുള്ള വിഷയങ്ങളിൽ നല്ല അറിവുണ്ട്. സോ ഈ കാര്യത്തില് എന്നെ പോലെ ഇവര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെല്ലാം പറഞ്ഞ അന്നമ്മയും ആ കുട്ടികളും പിന്നെ അവരുടെ ആൾക്കാരെല്ലാം കൂടി അവിടെ വേണ്ട ചടങ്ങുകളും പൂജകളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെ അന്ന് അന്നമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവാൻ കാരണമായ ആ ആൽമരം ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ മരക്കൊമ്പിന്റെ ഇടയിൽ നിന്ന് അവർക്കൊരു അസ്ഥികൂടം കിട്ടുന്നു. ഇത് കാണുന്ന നായകനും കുടുംബം ആകെ പേടിക്കുന്നുണ്ടെങ്കിലും അന്നമ്മ അവരെ സമാധാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അന്നമ്മയുള്ള ആൾക്കാരും കൂടി സംസാരിക്കാൻ കഴിയാത്ത നായകന്റെ ഇളയ
ഇളയ കുഞ്ഞിനെയും കൊണ്ട് എന്തൊരു പൂജ ചെയ്യുന്നു. ആ പൂജയ്ക്ക് ഒടുവില് ആ കുട്ടിയാണെങ്കിൽ ഒരു പ്രേതത്തിനെ പോലെ ചിരിക്കുകയോ സംസാരിക്കാൻ കഴിയില്ലെങ്കിലും ഒച്ചത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കാണുന്ന നായകനും കുടുംബം ആകെ ഷോക്ക് ആവുകയാണ്. അപ്പൊ തന്റെ മൂത്ത മകൾ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് ഈ കുട്ടി സംസാരിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന് ഇപ്പോഴാണ് നായകനും നായികയ്ക്കും മനസ്സിലായത്. അങ്ങനെ ഇപ്പൊ ആ കുട്ടി ഒരുപാട് പ്രദർശനങ്ങൾ അവിടെ ഉണ്ടാക്കുവാണ്. അതിനുശേഷം ആ കുട്ടി ഓടി അവിടുത്തെ സ്റ്റോർ റൂമിലേക്ക് പോകുന്നു. അപ്പൊ ആ കുട്ടിക്ക് പുറകെ നായകനും അന്നമ്മയും ടീംസ് എല്ലാം പ്രാന്തലെല്ലാം എടുത്തു ചെല്ലുവാണ്. ഈ സമയത്താണ് ആ സ്റ്റോർ റൂമിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ഇവര് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവിടേക്ക് അന്നമ്മയുള്ള ആൾക്കാർ ഇറങ്ങി ചെല്ലുന്നു. അപ്പൊ അതിനകത്ത് നിന്ന് വലിയൊരു പെട്ടി കിട്ടുവാണ്. ആ പെട്ടി തുറക്കുന്ന സമയം അതിനകത്ത് നിന്നും കുറെ അസ്ഥികൂടങ്ങൾ കിട്ടുന്നു. അങ്ങനെ അത് ടച്ച് ചെയ്യുന്ന സമയത്തും അന്നമ്മയ്ക്ക് അവളുടെ മനസ്സിലേക്ക് എന്തൊക്കെ വിഷ്വൽസ് കഴിഞ്ഞു വരുവാണ്. ഈ സമയത്താണ് അവൾക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നത്. വർഷം 1930. ഇതേ വീട് ആ സമയത്ത് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അന്ന് അന്നമ്മ പറഞ്ഞ നായിഡു എന്ന് പറയുന്ന ആ വ്യക്തി അയാളുടെ കുടുംബമായിരുന്നു. ആ സമയത്ത് നായിഡുവിന് 4 പെൺമക്കളുണ്ടായിരുന്നു. അത് മാത്രമല്ല അപ്പം നായിഡുവിന്റെ ഭാര്യ പ്രഗ്നന്റും കൂടിയായിരുന്നു. നായിഡു ഒരു ക്രൂരനായ വ്യക്തിയായിരുന്നു. ഭാര്യനോടും മക്കളോടൊന്നും അയാൾക്കൊരു സ്നേഹം ഉണ്ടായിരുന്നില്ല. അയാളെ പോലെ തന്നെയായിരുന്നു അയാളുടെ അമ്മയും. നിനക്ക് 4 പെൺകുട്ടികൾ ഉണ്ടായില്ലേ, നിനക്കൊരു നല്ല ഗതി ഉണ്ടാവണമെങ്കിൽ ഒരു ആൺകുഞ്ഞ് നിനക്ക് ഉണ്ടാവണം. ഇത്ര നാളായിട്ട് നിനക്കൊരു ആൺകുഞ്ഞിനെ തരാൻ നിന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഉണ്ടാവുന്ന ഒരു പെൺകുഞ്ഞാണെങ്കിൽ ഒറ്റയൊന്നിനും ബാക്കി വെച്ചേക്കില്ലെന്നൊക്കെ ഈ സമയത്ത് അയാളുടെ അമ്മ അയാളുടെ മനസ്സിൽ വേഷം കുത്തിവെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ട് ട്രിഗർ ആവുന്ന നായിഡു അങ്ങനെയാണെങ്കിൽ അത്രയും കാത്തിരിക്കേണ്ടെന്ന് വിചാരിച്ച് നാട്ടിൽ മന്ത്രവാദം എല്ലാം ചെയ്യുന്ന ഒരു ലേഡിനെ വിളിച്ചു വരുത്തി ഗർഭിണിയായ ഭാര്യന്റെ വയറ്റില് ഒരു മാലയെല്ലാം വെപ്പിച്ച് വയറ്റിനകത്തുള്ളത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് ആ മന്ത്രവാദിനി പറയുവാണ് വയറ്റിനകത്തുള്ളത് പെൺകുഞ്ഞ് തന്നെയാണെന്ന്. ഇതറിയുന്ന സമയത്ത് നായിഡുവിനും അയാളുടെ അമ്മയ്ക്കും ആകെ ദേഷ്യം വരുന്നു. നായിഡു ആണെങ്കിൽ ആകെ കലി പിടിച്ചിരിക്കുവാണ്. അങ്ങനെ ആ ദേഷ്യം കൊണ്ട് അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഭാര്യനെ വയറ്റിലുണ്ടായിരുന്ന ആ കുഞ്ഞിനെ കൊന്നുകളയുന്നു. അതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന അയാളുടെ 4 പെൺകുഞ്ഞുങ്ങളെ അയാളൊരു ദക്ഷിണയും കൂടാതെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ 3 കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട്. ഒരു കുഞ്ഞാണെങ്കിൽ ആ സമയത്ത് രക്ഷപ്പെട്ട് അവിടെ അടുത്തുള്ള ആൽമരത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്നാണ് ആ കുഞ്ഞ് മരിച്ചത്. ആ കുഞ്ഞിന്റെ അസ്ഥി കൂടായിരുന്നു ആ മരത്തിന്റെ മുകളിൽ നിന്ന് അന്നമ്മയ്ക്കും ടീംസിനും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ സ്റ്റോർ റൂമിന് അടിയിലുള്ള ആ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയത്, അതായത് അവിടെയുള്ള ആ പെട്ടിയിൽ നിന്ന് കിട്ടിയത് നായിഡുവിന്റെ ഭാര്യന്റെ അയാളുടെ ബാക്കി കുഞ്ഞുങ്ങളെ സ്കെൽട്ടൻസ് ആയിരുന്നു. അങ്ങനെ ഇപ്പൊ അന്നമ്മ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നായകനോടും കുടുംബത്തിനോടും അവൾ തുറന്നു പറയുന്നു. അതുപോലെ ഇപ്പൊ സംസാരിക്കാൻ കഴിയാത്ത നിങ്ങളുടെ ഇളയ കുഞ്ഞിന്റെ ശരീരത്തുള്ളത് അന്ന് നായിഡു കൊന്നു കളഞ്ഞ അയാളുടെ ഭാര്യന്റെ വയറ്റിലുണ്ടായിരുന്ന ആ കുഞ്ഞിന്റെ ആത്മാവാണ്. നായിഡു കുറെ കാലം കഴിഞ്ഞ് മരിച്ചു പോയെങ്കിലും അയാളുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗതി കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് നായിഡുവിന്റെ ഭാര്യന്റെയും അവരുടെ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളും ഇങ്ങനെ ഇവിടെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടിയ അവരുടെ സ്കെൽട്ടൻസ് വെച്ചിട്ട് അവർക്ക് വേണ്ട ചടങ്ങുകളെല്ലാം ചെയ്തു തീർക്കണം. അവരുടെ ആത്മാക്കളെ ഇവിടെ നിന്ന് യാത്രയാക്കണം. ഇത് കേട്ട നായകൻ അതിനൊക്കെ പറയുന്നു. അങ്ങനെ അന്നമ്മന്റെ ഒരാളോടൊപ്പം നായകൻ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുവാണ്. അതോടുകൂടി ആ ഒരു പ്രശ്നം കഴിഞ്ഞു. അങ്ങനെ ആ ചടങ്ങുകളെല്ലാം ചെയ്തു തീർത്ത് നായകൻ അകത്തേക്ക് കയറി വരുന്ന അതേ സമയം തന്നെ പുറത്തുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നായകനെ ഹെൽപ്പ് ചെയ്ത അന്നമ്മന്റെ ആ മറ്റേ ആളില്ലേ അയാളുടെ ശരീരത്തേക്ക് നായിഡുവിന്റെ ആത്മാവ് കയറുന്നു. അതിനുശേഷം അയാളുടെ ശരീരത്തിരുന്നുകൊണ്ട് നായിഡുവിന്റെ ആത്മാവ് അകത്തേക്ക് എത്തി നായകനെയും കുടുംബത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം അതിന് തടയാൻ ശ്രമിക്കുന്ന അന്നമ്മേനെ നായിഡുവിന്റെ ആത്മാവ് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അയാളുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അന്നമ്മ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ അവളുടെ അച്ഛൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത ആ വളരെ ശക്തിയുള്ള ആ മാലയില്ലേ അത് അയാളുടെ കഴുത്തിലിട്ട് കൊടുക്കുവാണ്. അതോടുകൂടി നായിഡുവിന്റെ ആത്മാവും അവിടെ വിട്ടുപോകുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം അവിടെ തീരുന്നതായിട്ട് കാണിക്കുന്നു. അടുത്ത ദിവസം അന്നമ്മ അവരുടെ യാത്ര പറഞ്ഞ് അവിടെ ഇറങ്ങാൻ തുടങ്ങുവാണ്. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അന്നമ്മ തീർത്തു കൊടുത്തുകൊണ്ട് ഇനി ഒരു പേടിയും കൂടാതെ അവർക്ക് അവിടെ ജീവിക്കാം. ഈ സമയം ചെയ്തു തന്ന സഹായങ്ങൾക്കെല്ലാം നായകനും കുടുംബവും അന്നമ്മയോട് നന്ദി പറയുന്നു. അങ്ങനെ അവിടുന്ന് അന്നെടുത്ത ആ ഫോട്ടോ ആയിരുന്നു ഇതെന്ന് പ്രസന്റ്ലി രഘുവിനോട് അന്നമ്മ പറയുവാണ്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന അതേ സമയം തന്നെ അന്നമ്മന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. ഇന്ന സ്ഥലത്തൊരു വീട്ടില് ഒരാൾക്കൊരു പ്രേതബാധ കൂടിയെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇപ്പൊ അത് ഒഴിപ്പിക്കാൻ വേണ്ടി അന്നമ്മ എവിടേക്ക് പോകാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ആ മീഡിയ പേഴ്സണായ രഘുവും കൂടെ കയറി പോകുന്നു. അങ്ങനെ അടുത്ത സീനിൽ അവർ രണ്ടുപേരും കൂടി ആ സ്ഥലത്തേക്ക് എത്തുവാണ്. അതൊരു പൂട്ടിക്കിടന്ന ബംഗ്ലാവായിരുന്നു. അങ്ങനെ ഇപ്പൊ അതിനകത്തേക്ക് അവർ രണ്ടുപേരും കയറുവാണ്. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല. ഈ സമയത്താണ് അന്നമ്മ മറ്റൊരു കാര്യം ആലോചിക്കുന്നത്. മന്ത്രങ്ങൾ എഴുതി അവളെ ബുക്കും കൊന്തയല്ല അവൾ വണ്ടി വെച്ചിട്ടായിരുന്നു ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്ന സമയം അതെടുക്കാൻ അവൾ മറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. ഇത്തരം നേരം അവളുടെ കൂടെ ഉണ്ടായിരുന്ന മീഡിയ പേഴ്സണായ രഘുവില്ലേ അത് വേഷം മാറി വന്ന നായിഡുവിന്റെ ആത്മാവായിരുന്നു. സോ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അന്നമ്മേനെ ട്രാപ്പിലാക്കാൻ വേണ്ടി നായിഡുവിന്റെ ആത്മാവ് അവളെ എവിടേക്ക് എത്തിച്ചതാണെന്ന്. നായിഡുവിന്റെ ആത്മാവ് അന്ന് ഇല്ലാതാവുന്നതായിട്ട് കാട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്തരം നാളായിട്ടും ഗതി കിട്ടാതെ അയാൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ഒരു എൻഡിങ്ങോടെയാണ് മൂവി അവസാനിപ്പിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഹൊറർ മൂവി എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരും. അതുവരെ ടാറ്റ ബൈ ബൈ.